വീട്ടിൽ എങ്ങനെ അൽഫാം തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത്. വറ്റൽമുളക്, മല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം, ബേ ലീഫ്, ഏലക്ക, കുരുമുളക്, പട്ട പൊടിച്ച് ഞാൻ എടുക്കുന്നുണ്ട്. സ്കിന്ന് കളഞ്ഞ ചിക്കൻ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടി. പിന്നെ ഇനി ഒരു മസാല തയ്യാറാക്കാം. പൊടിച്ചു വെച്ച പൗഡർ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില എല്ലാം അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, സൺഫ്ലവർ ഓയിൽ, നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി അരച്ച് ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കനിലേക്ക് ഇത് പുരട്ടി കൊടുക്കുക. നന്നായിട്ട് എല്ലായിടവും മസാല പുരട്ടി കൊടുത്തതിന് ശേഷം ഞാനിത് പിറ്റേന്ന് രാവിലത്തേക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഓവർനൈറ്റ് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഒന്ന് റാപ്പ് ചെയ്താണ് ഞാൻ വെക്കുന്നത്, വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിത് പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് എടുത്തിട്ട് ചാർക്കോളൊക്കെ കത്തിച്ചിട്ടിട്ടുണ്ട് കനലാക്കാൻ വേണ്ടി. ആ സമയം കൊണ്ട് ഞാനിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഗ്രില്ലിനകത്തോട്ട്. എന്നിട്ട് ഇനി ഇത് കനലാവുമ്പോഴത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ, അതായത് തീ മേളോട്ട് കത്താതെ കനലിനകത്താണ് ഞാനിത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. തിരിച്ചും മറിച്ചും വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം എടുക്കും ഇതൊന്ന് കുക്കായി കിട്ടാൻ. ഇടയ്ക്ക് ഞാൻ ഫോർക്ക് കൊണ്ട് കുത്തി നോക്കിയിട്ട് കുക്കായതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അൽഫാം വീട്ടിൽ തയ്യാറാക്കുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ ഇതിൻ്റെ കൂടെ മയോണൈസും കൂടെ ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.